ഇന്ത്യൻ പാർലമെന്റിലെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എംപിമാരും പാർലമെന്റിൽ ശബ്ദമുയർത്തും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളത്ത് രാജേന്ദ്ര മൈതാനം, കോഴിക്കോട് GST ഓഫീസ് പരിസരം, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനം എന്നീ കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വോട്ട് നടക്കുക. എല്ലാ സ്റ്റേഷനുകളിലും MPമാർ, MLAമാർ, ബാങ്കിംഗ് മേഖല പെൻഷൻകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ദിനമായ ജൂൺ 29 നമ്മുടെ ഈ നിരാഹാര ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ എറണാകുളം MP ഹൈബി ഈഡനാണ്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേരും. സിന്ദാബാദ് സിന്ദാബാദ് ഈ ഗുലാബ് സിന്ദാബാദ്, ജൂലൈ 19 സിന്ദാബാദ്, ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി, ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി, ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി. ബാങ്കിംഗ് മേഖല പെൻഷൻകാരുടെ, ബാങ്കിംഗ് മേഖല പെൻഷൻകാരുടെ ജോയിന്റ് ഫോറം സിന്ദാബാദ്, ജോയിന്റ് ഫോറം സിന്ദാബാദ്, റിട്ടയറീസ് യൂണിറ്റി സിന്ദാബാദ്, റിട്ടയറീസ് യൂണിറ്റി സിന്ദാബാദ്. ഞാൻ അറിയിക്കുകയാണ്, നിങ്ങളെയെല്ലാം അഭിനന്ദിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രിയങ്കരനായ MP ഹൈബി ഈഡൻ എത്തിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സോഷ്യൽ ബാങ്കിംഗ് മാത്രമല്ല, ഏത് വിദേശ രാജ്യങ്ങളോടും കിടപിടിക്കുന്ന തരത്തിൽ സാങ്കേതിക മികവിന്റെ ഉത്തമ കേന്ദ്രങ്ങളാക്കി നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യയിലെ ബാങ്കുകളെ മാറ്റിയ ഒരു ജനതയാണ്, ഒരു തലമുറയാണ് ഇന്നിവിടെ ഈ പ്രതിഷേധത്തിലേക്ക് അധികാരികൾ തള്ളിവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം, കോടികളെ ഈ സോഷ്യൽ ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യകാലത്ത് ബാങ്കുകൾ പ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ കുറച്ച് നഷ്ടമുണ്ടായെങ്കിലും ജീവനക്കാരായ നമ്മളുടെ ദത്തശ്രദ്ധ മൂലവും കേന്ദ്ര ബഡ്ജറ്റിലൂടെ ഓരോ വർഷവും പൊതുജനങ്ങളുടെ പണമെടുത്ത് സ്വകാര്യ ബാങ്കുകളെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികവുറ്റതാക്കി മാറ്റിയിട്ട് ഇന്ന് രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തി രാജ്യത്തിന്റെ പൊതുജനങ്ങളുടെ പൊതുഖജനാവ് കൊണ്ടുവന്ന് റിട്ടയർ ചെയ്ത ബാങ്കുകാരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളായി കണക്കാക്കണമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് പെൻഷൻ പുനർനിർണയിക്കേണ്ട ആവശ്യകത വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പൊതുജനാവിന്റെ പണം വേണ്ട, ഞങ്ങൾക്കായി ഞങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ചേർന്ന് സ്വരൂപിച്ച തുക, അതിൽ നിന്ന് കൊടുത്താലും തീരാത്തത് ബാക്കി നിൽക്കേ കൂടുതൽ ഇത് നിഷേധിച്ചുകൊണ്ട് കൂടുതൽ തുക ബാക്കി നിർത്തി മറ്റെന്തിനോ വേണ്ടി വഴിവിട്ട് ചെലവാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിലെ ബാങ്ക് റിട്ടയറീസ് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു വിളംബര മുന്നറിയിപ്പും കൂടെയാണ് നമ്മുടെ ഈ ശക്തി പ്രകടനങ്ങളും ഈ യാതന സമരങ്ങളും. ഇത് നമ്മൾ യാചന സമരമല്ല. 69 ജൂലൈ 19 ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടന്ന ആ ദിവസം സാധാരണക്കാരന് സാമ്പത്തിക അധികാരം കയ്യിൽ കിട്ടിയ പോലെയായി. സാധാരണക്കാരന്റെ, ചെറുകിട കച്ചവടക്കാരന്റെ, കർഷകന്റെ സമ്പാദ്യത്തെ സമാഹരിച്ചുകൊണ്ട് രാജ്യ നന്മയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ചാലക ശക്തിയായി ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനം മാറുകയായിരുന്നു. സാമ്പത്തികമായ ഒരു വിപ്ലവം അവിടെ നടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ദേശാസൽക്കരണത്തിന്റെ ആ സ്പിരിറ്റിനെ മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യവൽക്കരണം നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ഈ സമരം നടക്കുമ്പോൾ നമ്മൾ റിട്ടയർഡ് ഓഫീസർ അല്ലെങ്കിൽ റിട്ടയർഡ് ജീവനക്കാരെ, ബാങ്ക് റിട്ടയറീസ് ആണ് ഇവിടെ കുന്നുകൂടിയിരിക്കുന്നത്.
നമ്മുടെ ഇടയിൽ വ്യത്യസ്തതകൾ ഇല്ലാതെ, ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ കേഡർ വ്യത്യാസമില്ലാതെ പെൻഷനർ എന്നുള്ള ഒരൊറ്റ ബാനറിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കഴിയുന്നത്. സാധാരണഗതിയിൽ റിട്ടയർ ചെയ്തു പോകുന്ന ആളുകള് സമാധാനപരമായി വീട്ടിലിരിക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ ഇന്ന് അതില്ല. നമുക്ക് നമ്മുടെ സമാധാനം കെടുത്തിക്കൊണ്ട് തെരുവിലേക്ക് നമ്മളെ തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 60, 70, 80 കഴിഞ്ഞവൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ഇരിക്കുന്നത് അവൻ ബിഷപ്പിന്റെ വിളി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമരമുഖത്ത് നിൽക്കുകയാണ്. അവൻ അർഹപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനാണ്. അത് നിരാകരിക്കുന്ന അല്ലെങ്കിൽ നീതി നിഷേധിക്കുന്നവരുടെ മുന്നിൽ നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയാണ് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എത്രയോ മീറ്റിങ്ങുകളിലും യോഗങ്ങളിലൊക്കെ പെൻഷൻ അപ്ഡേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. പെൻഷൻ അപ്ഡേഷന് ഓരോ യോഗങ്ങളിലും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അത് നമുക്ക് അർഹപ്പെട്ടത് കൊണ്ടാണ്, അത് നിഷേധിക്കുന്നത് കൊണ്ടാണ്, അത് നിരാകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പൗരന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് പോലെ ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ളതുപോലെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറഞ്ഞതുപോലെ ദ റൈറ്റ് ടു ലൈഫ്, അത് വെറും സർവൈവലിന് മാത്രമല്ല, റൈറ്റ് ടു ലൈഫ് ഈസ് ഫോർ എ ഡീസന്റ് ലിവിംഗ് ഓൾസോ. അത് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ട്. അതുകൊണ്ട് നിയമത്തിന്റെ പ്രാബല്യത്തിൽ നിന്നുകൊണ്ട് മാന്യമായ രീതിയിലും അഭിമാനത്തോടും ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് അർഹമായ പെൻഷൻ അപ്ഡേഷൻ ഞങ്ങൾക്ക് തരിക. നമ്മുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ നമുക്ക് അവർക്ക് കഴിയില്ല എന്നുള്ള വിശ്വാസത്തോട് ഞാൻ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പെൻഷൻ അപ്ഡേഷൻ, അർഹമായ പെൻഷൻ അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. നമ്മുടെ മെയിൻ ഡിമാൻഡായ പെൻഷൻ അപ്ഡേഷൻ അല്ല, 0.17 മുതൽ 0.02% വരെ, 4ാമത്തെ ബൈപ്പാർട്ടേറ്റ് മുതൽ 12ാമത്തെ ബൈപ്പാർട്ടേറ്റ് വരെയുള്ള ആളുകൾക്ക് ഈ എക്സ്ഗ്രേഷൻ നൽകിയപ്പോൾ അത് എല്ലാ സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കർമാർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും ആവശ്യപ്പെടാനും എന്തേ UP പോലുള്ള ഘടകകക്ഷികൾ പിന്നോട്ട് പോയി അല്ലെങ്കിൽ അമാന്തം കാണിച്ചു എന്നുള്ളത് വസ്തുതാപരമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് വീണ്ടും ഒരു അവസരം സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി നമ്മുടെ സംവിധാനം ഒരുക്കുമ്പോൾ അവരെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലാ ബാങ്കുകൾ പോകുന്നു. എന്താണ് ഒരു കരാറിന്റെ മാന്യത എന്ന് പറയുന്നത്? ആ കരാറിൽ ഇടപെടുന്ന ആളുകൾ, ഒപ്പുവെക്കുന്ന ആളുകളിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ഓഫ് റെഫറൻസ് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്വകാര്യ മേഖലാ ബാങ്കുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ക്ലോസുകൾ മാത്രം നടപ്പാക്കാൻ എന്ത് അധികാരമുള്ളത്? എന്തുകൊണ്ട് IBA ചോദിക്കുന്നില്ല, ഇടപെടുന്നില്ല, UP ഇടപെടുന്നില്ല? ഈ തീർച്ചയായിട്ടും പെൻഷൻ ഓപ്ഷൻ റിസൈനീസിനും ലെഫ്റ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ഇത് കിട്ടാതെ പോയ ആളുകൾക്ക് നടപ്പാക്കിയേ പറ്റൂ, കിട്ടിയേ പറ്റൂ. അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നടത്തുന്ന ഈ സഹന സമരം ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഇവിടെ പലരും നമ്മൾ നിരാഹാര സമരമാണ് നടത്തുന്നത്. ഇന്നിവിടെ നടക്കുന്ന പ്രതിഷേധമാണ്. ഇതൊരു സാധാരണ പ്രതിഷേധമായി കാണാൻ കഴിയില്ല. ഇത് പ്രതിഷേധത്തിന്റെ തീജ്വാലയാണ്. ഇത് അവർക്കെതിരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ താക്കീതാണ്. ഇന്ന് നമ്മൾ വിശപ്പ് സഹിക്കുന്നത്, ഇന്ന് പലരും വിശപ്പ് സഹിക്കുന്നത് സാധാരണ ഒരു വിശപ്പ് സഹിക്കുന്ന രീതിയിലല്ല. ഇത് നീതി നിഷേധത്തിന്റെ രോഷാഗ്നിയാണ്. അവരുടെ ഗന്ധഗോപുരങ്ങളിൽ താഴേക്ക് ഇറങ്ങേണ്ടി വരും, താഴേക്ക് ഇറങ്ങി വന്ന് ചർച്ച നടത്തേണ്ടി വരും. ഇന്ന് നീതി നിഷേധിക്കുന്നവരും പെൻഷൻ പരിഷ്കരണം നിരാകരിക്കുന്നവരും ഒന്നോർക്കുക, ഇവരുടെ കണ്ണുനീരി ഭൂമിയിൽ വീണാൽ അത് നിങ്ങളെയൊക്കെ ഭസ്മമാക്കി തീരുന്ന പോലെ തീരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അർഹപ്പെട്ട പെൻഷൻ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ലഭിക്കുന്നത് വരെ പ്രായപരിധിക്ക് അപ്പുറം കണക്കിലെടുക്കാതെ തെരുവിലെങ്കിൽ തെരുവില് ഞങ്ങൾ ഇറങ്ങി നിലവിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും സഹന സമരം നടത്തുകയും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും. നമ്മുടെ പിൻതലമുറ നമ്മളെപ്പറ്റി ചരിത്രം എഴുതും. ഇവിടെ ഇങ്ങനെ ഒരു നാടുണ്ടായിരുന്നു, ഇവിടെ കുറെ റിട്ടയർഡ് ആളുകൾ ഉണ്ടായിരുന്നു ബാങ്കിങ് രംഗത്ത്. അവരുടെ അവകാശത്തിന് വേണ്ടി നീതി നിഷേധത്തിനെതിരെ അവർ നിരാഹാര സമരം നടത്തി, അവർ നേടിയെടുത്തു എന്ന് പോസ്റ്ററിട്ട് എഴുതി വെക്കുന്ന, തങ്കലിപകളിൽ എഴുതി വെക്കുന്ന ദിവസം അധികം നാളാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമരത്തിന്റെ മറ്റൊരു പ്രത്യേകത, മുതിർന്ന പൗരന്മാരാണ് ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത്. പ്രക്ഷോഭങ്ങൾ വെറുതെ ഉണ്ടാകുന്നതല്ല, മുദ്രാവാക്യങ്ങൾ വെറുതെ ഉണ്ടാകുന്നതല്ല, അവർ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. ഗുലാബ് സിന്ദാബാദ്, ജൂലൈ 19 സിന്ദാബാദ്, ദേശസാൽക്കരണ ദിനം സിന്ദാബാദ്. ഒരേ സ്വരത്തിൽ പറയുന്നു,
ഒരേ സ്വരത്തിൽ പറയുന്നു, തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, പെൻഷൻ വർധന തന്നേ തീരൂ, പെൻഷൻ വർധന തന്നേ തീരൂ. ജൂലൈ 19 എന്താണ്? ദേശസാൽക്കരണ ദിനം. ഇന്ന് ഭാരതത്തില് സാധാരണ മനുഷ്യന് ബാങ്കിൽ പ്രവർത്തനം കയറി ചെല്ലാനും ഒക്കെ സൗകര്യം ചെയ്ത ദിവസം ഏതാണ്? ഈ ജൂലൈ 19. കാരണം ഒരു കാലത്ത് സാധാരണക്കാർക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് ഇന്ത്യയില് പെൻഷൻ പരിഷ്കരണം നടക്കാത്ത ഏക സ്ഥാപനം ഏതാണെന്നറിയോ? ഏതാണ്? ബാങ്ക്. നമ്മൾ ഈ സമരപന്താവില് എന്നും എപ്പോഴും ഉണ്ടാകും. ഇന്ന് ഈ സമരപന്തലിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ്. ആ മാല കഴുത്തിൽ വീണപ്പോൾ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ആർജവും ഊർജവും തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. ഞങ്ങൾ ഏറെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ വേദനകൾ അങ്ങ് പാർലമെന്റ് ചെല്ലുമ്പോൾ അവതരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരം എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞ പാർലമെന്റ് സെഷൻ തുടങ്ങുക. നിരവധി എംപിമാര് ഈ പ്രസംഗങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടന നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള, ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ രാജ്യത്തിന്റെ ഇക്കോണമി സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ബാങ്ക് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ലഭിക്കേണ്ട ഏറ്റവും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ രാജ്യാന്തര മൈതാനത്ത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പെൻഷൻ പരിഷ്കരണം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും കോടതി വിധികളുടെ അടിസ്ഥാനത്തിലുമെല്ലാം സർക്കാരിന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനം മാത്രമാണ്. എന്നാൽ പലപ്പോഴും ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്ന നയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്തും ഈ സമ്പദ്ഘടന മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു വലിയ നീതി നിഷേധമാണ്. ഇന്ത്യൻ പാർലമെന്റിലെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എംപിമാരും നിങ്ങളുടെ ഈ പ്രതിരോധത്തിനും പ്രതികരണത്തിനും പ്രതിഷേധത്തിനും നിങ്ങളോടൊപ്പം പാർലമെന്റിൽ ശബ്ദമുയർത്തും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. അത് ചോദ്യത്തിന്റെ രൂപേണയാണെങ്കിലും സബ്മിഷന്റെ രൂപേണയാണെങ്കിലും ഞങ്ങളുടെ ഒരു ഡെലിഗേഷൻ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശ്രീ NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു അത്. നിങ്ങൾ നൽകുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയങ്ങൾ മറ്റന്നാൾ ആരംഭിക്കാൻ പോകുന്ന പാർലമെന്റ് സമ്മേളനത്തിലും ഉയർത്തുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കൂട്ട ഉപവാസ സമരം, ഈ ന്യായമായ, ഈ ഏറ്റവും നീതീകരിക്കാൻ കഴിയുന്ന സമരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഒരുപക്ഷെ ദേശസാൽക്കരണ കാലം മുതൽ ആ പരിപാടിയോടൊപ്പം നടക്കുകയും അതിൽ വലിയ രീതിയിൽ പങ്കുവഹിക്കുകയും ചെയ്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വന്ന വാർത്തകൾ തന്നെയും സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ അന്തസത്തതയെ, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന രീതിയിലുള്ള നടപടികളുടെ ഒരു കൾമിനേഷനിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പെൻഷൻ നിഷേധിക്കാൻ ഉള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നേരത്തെ സഖാവ് സൂചിപ്പിച്ചു, ഓൾഡ് പെൻഷൻ, അതുപോലെ തന്നെ ന്യൂ പെൻഷൻ, ഇപ്പോൾ UPS എന്ന് പറയുന്ന യുണൈറ്റഡ് പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് വേറൊരു പെൻഷൻ സ്കീം കൂടി വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂണിയൻ സർക്കാർ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സീനിയർ സിറ്റിസൺസിന് ലഭിച്ചുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും ഇപ്പോൾ കൊടുക്കുന്നില്ല. ജനാധിപത്യ ബോധമുള്ള അല്ലെങ്കിൽ
എന്തെങ്കിലും ഒരു അനുകമ്പയൊക്കെ ഉള്ള ഏത് ഭരണകൂടത്തിനാണെങ്കിലും ഒരു അനുകമ്പ തോന്നുമെന്നാണ്. ഒരു സംശയവും വേണ്ടാട്ടാ. ഒരു അനുകമ്പയും തോന്നുന്ന ഒരു ഭരണകൂടമല്ല നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൻഷൻ അപ്ഡേഷൻ എന്നുള്ള നമ്മുടെ ഈ ആവശ്യം നേടിയെടുക്കാൻ വലിയ പോരാട്ടങ്ങൾ നമ്മൾ ഇനി നടത്തേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യക്കകത്തുള്ള മുഴുവൻ പെൻഷനേഴ്സിന്റെ ആവശ്യവുമായി കേരളത്തിലെ ഈ ജോയിന്റ് ഫോറം കണ്ണിചേരുന്നു എന്നുള്ള വർഗപരമായ ഒരു ഉള്ളടക്കമാണ് ആ മുദ്രാവാക്യം ഉയർത്തുന്നതിലൂടെ ഈ ജോയിന്റ് ഫോറം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഫോറം ആവശ്യപ്പെടുകയാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ റിട്ടയറീസിന്റെ സംഘടനകളുമായി ചർച്ച ചെയ്യണം. വളരെ ഗൗരവമായ ഒരു വിഷയം അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. വെക്കാനും ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനും വരരുത്. ഇന്ത്യയിലെ ബാങ്കിംഗ് വ്യവസായത്തിൽ സംഘടിത പ്രസ്ഥാനം 9 സംഘടനകളുടെ ഐക്യപ്രസ്ഥാനം നിലനിൽക്കുന്ന ഇന്ത്യയുടെ ബാങ്കിംഗ് സംവിധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെന്റിന് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം ആരാണ് ഭരിക്കുന്നത്? അങ്ങനൊരു സംവിധാനത്തിലാണ് ചെയ്യാനുണ്ട്. അതിന്റെ കണക്കുകളുണ്ട്. 1,50,000 പേര് ഇപ്പൊ സർവീസിലുള്ളവര്. നമ്മുടെ 10 ആവശ്യങ്ങൾ വെച്ചത് 10ഉം ന്യായമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സദസ്സ് നിറച്ച് അത് പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കി നാഷണലൈസേഷന് ശേഷം ഇന്നിപ്പം നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത് ഇന്ത്യ സാമ്പത്തികമായി വളരെ മുന്നോട്ട് നിൽക്കുന്നു, വളരെ മുന്നോക്കം പോയി, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെ സഹായിച്ച ഘടകം എന്താണ്? ഈ ബാങ്ക് നാഷണലൈസേഷൻ എന്നുള്ള ഒറ്റ ഘടകം കൊണ്ടാണ് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പെൻഷൻ അപ്ഡേഷൻ. റിസർവ് ബാങ്കിലും നബാർഡിലും ഒക്കെ പെൻഷൻ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ബാങ്ക് ജീവനക്കാരുടെ കാര്യത്തിൽ അത് ഒരു ചിറ്റമനയാണ് ഗവൺമെന്റും അധികാരികളും സ്വീകരിക്കുന്നത്. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 56 വർഷങ്ങൾ തികയുന്ന ഈ ദിനത്തിൽ ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഖാക്കളെ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസിന്റെ പേരിലുള്ള അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. സർക്കാർ ഈ പെൻഷനേഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ജീവനക്കാരെ സംബന്ധിച്ചോ അവർക്ക് ഒരു ബോധരക്ഷമില്ല. അവർക്ക് ആയി കൂടിയുള്ള ബോധരക്ഷൻ നമ്മുടെ രാജ്യത്തുള്ള കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും ഹാനികരമായി സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്നെ ഈ രക്തദാനം ഇടാൻ വേണ്ടി, ഈ 6 മണിക്കൂർ ഇവിടെ ഉപവാസം അനുഭവിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് നമുക്ക് അർഹമായ അംഗീകാരം, അർഹമായത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ സമരങ്ങൾ നടത്തുമ്പോഴും അതിനെ അവഗണിക്കുന്ന അധികാരവർഗത്തിന്റെ കണ്ണ് തുറപ്പിക്കുക, കാത് തുറപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ സമരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും പ്രക്ഷോഭങ്ങൾ തുടരാനും നമ്മുടെ മരണം വരെ സമരം ചെയ്യാനും ആർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സമരോജ്വലമാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. റിസർവ് ബാങ്കിന്റെ നബാർഡാണ് പെൻഷൻ അപ്ഡേഷൻ നടപ്പാക്കിയത്. ആദ്യകാലങ്ങളിൽ ആദ്യം ബാങ്കിനാണ് പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ വളരെ ഏകപക്ഷീയമായിട്ട് നമ്മുടെ എല്ലാ ആദ്യത്തെ ഡിമാൻഡുകൾ പെൻഷൻ ബാങ്ക് എംപ്ലോയീസിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഒക്കെയുള്ള ആദ്യകാലങ്ങളിലെ ഡിമാൻഡ് ഈ CPF നിലനിർത്തിക്കൊണ്ട് തന്നെ പെൻഷൻ ഒരു 3ാം ബെനിഫിറ്റ് ആയിട്ട് വേണമെന്നായിരുന്നു. സങ്കീർണമെന്ന് ഞാൻ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ചർച്ചകളിൽ ഇടപെടുവാനും കൺവെൻഷനുകൾ രൂപീകരിക്കുവാനും ILOയുടെ സമ്മേളനങ്ങളിൽ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷനായ സാമൂഹ്യ സുരക്ഷാ കൺവെൻഷൻ പെൻഷൻ നമ്മുടെ എൻടൈറ്റിൽമെന്റ് ആണ്, ഇസ് എ ഡെഫേർഡ് വേജ് എന്നുള്ള പ്രിൻസിപ്പിൾ എന്നുള്ള തത്വം അംഗീകരിക്കുവാനും അത് അന്തർദേശീയമായി അംഗീകരിക്കപ്പെടുവാനും ലോകത്തെമ്പാടുമുള്ള എല്ലാ ഗവൺമെന്റുകളും ആ വസ്തുതയെ അതൊരു ഡെഫേർഡ് വേജ്, നീക്കിവെക്കപ്പെട്ട വേതനം, നാം പണിയെടുക്കുമ്പോൾ നമുക്ക് തന്നിട്ടില്ലാത്ത, നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത, നമുക്ക് അവകാശപ്പെട്ട മാറ്റിവെക്കപ്പെട്ട വേതനമാണ് എന്ന് സുപ്രീം കോടതി വരെ അംഗീകരിക്കുക, ലോക കോടതി അംഗീകരിക്കുക, ILO അംഗീകരിക്കുക, ILO അതിൻ്റെ കൺവെൻഷനിലൂടെ
അത് പഠിച്ച് അത് എങ്ങനെ വരുന്നു എന്നുള്ളത് സ്ഥാപിക്കുക. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. ബാങ്കുകൾ പൊതുമേഖലയിൽ നിലനിർത്തുക. ബാങ്കുകൾ പൊതുമേഖലയിൽ നിലനിർത്തുക. ബാങ്കിംഗ് മേഖലയിലെ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക. मेरा जीवन थोड़ा कागज थोड़ा ही रह गया जो लिखा था आंसुओं से संग भर गया. 100 പേർ ആണ് നിരാഹാരത്തിന് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് മുഴുവൻ ആളുകളും നിരാഹാര സത്യാഗ്രഹത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ സമരത്തിന് ആധാരമായ പ്രശ്നങ്ങൾ അവയോട് 100% ഞാൻ ഐക്യദാർഢ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ ജീവിതത്തിൻ്റെ ഈ സായന്തനത്തിൽ നമ്മൾ ഇരിക്കേണ്ടി വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറെ കുണ്ഠിതത്തോടെയും അമർഷത്തോടും കൂടി ജനങ്ങളോട് നിരന്തരമായി സംസാരിക്കുന്ന ഒരാൾ കൂടി ആണ്. അപ്പോൾ പൊതുമേഖലയിലാണ് എന്നുള്ളത് കൊണ്ട് മൂലധനനാഥന്മാരുടെ ഈ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. അവിടെയും അതേ സ്വഭാവം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്വഭാവത്തിന്റെ തുടർച്ചയാണ് പെൻഷൻകാരോട് കാണിക്കുന്ന നീതി നിഷേധവും. ബാങ്കുകാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പണമാണ്. ഇതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഈ അടുത്ത ഇടയ്ക്ക് ബാങ്കുകളിലെ പെൻഷൻ കമ്മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്, ആ കേസിൽ മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന യുക്തി ഈ വ്യവസ്ഥയില്ല ബാങ്ക് കമ്മ്യൂട്ടേഷന്റെ കാര്യത്തിൽ. അത്രയും കാലം കഴിഞ്ഞാൽ, അതായത് അതിന്റെ റിക്കവറി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു തരണം. ഇത് സ്വാഭാവികമായ യുക്തിയാണ്. കാരണം പലിശ ഈടാക്കുന്നില്ല. പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിലെ സംഘടനകൾ എത്രയോ വർഷങ്ങൾ, എത്രയോ സമരഭരിതമായ വർഷങ്ങളിലൂടെ നടത്തിയ നീണ്ട പോരാട്ടങ്ങളുടെ ഫലമായി നമ്മൾ നേടിയെടുത്തൊരു ആനുകൂല്യമാണ് ഈ പെൻഷൻ. അത് ഒരിക്കലും നയപരമായ തീരുമാനമല്ല, നമ്മൾ പിടിച്ചു വാങ്ങിയ ഒന്നാണ്. പക്ഷെ അങ്ങനെ പിടിച്ചു വാങ്ങിയപ്പോൾ പോലും ഇതിൽ അധികമായി ഒരു നയാ പൈസ പോലും ഒരു ബാങ്കും നമുക്ക് തരുന്നില്ല. ഈ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ നമ്മുടെ പ്രോവിഡന്റ് ഫണ്ടിലുള്ള ബാങ്കിന്റെ വിഹിതം, എംപ്ലോയറുടെ വിഹിതം, അത് പെൻഷൻ ഫണ്ടാക്കി മാറ്റിയിട്ട് ആ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് കമ്മ്യൂട്ടേഷൻ വരുന്നത്. കമ്മ്യൂട്ടേഷനെ സംബന്ധിച്ച് 15 വർഷം എന്ന് ഒരു കാലാവധി തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, പലിശയില്ല. അതിനുണ്ടായിരുന്ന അന്നത്തെ കണക്കുകൂട്ടൽ, അതായത് 95-ൽ ബാങ്ക് പെൻഷൻ നടപ്പാക്കുന്ന കാലത്ത് മറ്റു മേഖലകളിലുണ്ടായിരുന്ന പല വ്യവസ്ഥകളും നമ്മൾ അതേപടി പകർത്തിയിട്ടുണ്ട്. അങ്ങനെ മറ്റു മേഖലകളിൽ ഈ 15 വർഷം എന്ന് പറയാൻ വരാനുള്ളൊരു കാരണം അന്നത്തെ ആളുകളുടെ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ആയിരുന്നു. 1947-ൽ ഇന്ത്യയിലെ പ്രതീക്ഷിത ആയുർദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 32 വയസ്സായിരുന്നു. ഇന്നിപ്പോൾ എത്രയായി? 74 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂട്ടേഷൻ കൊടുക്കുന്നതിന് പേരിൽ കമ്മ്യൂട്ടേഷൻ വാങ്ങിക്കുന്ന ജീവനക്കാർ ഈ കുറഞ്ഞ ലൈഫ് എക്സ്പെക്ടൻസി കൊണ്ട് വളരെ നേരത്തെ മരിച്ചു പോകുമെന്നും ആ റിസ്ക് ബാക്കിയുള്ളവരിൽ നിന്ന് ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 15 വർഷം ഈടാക്കുന്നത്, കമ്മ്യൂട്ടേഷൻ ബെനിഫിറ്റ് ഈടാക്കുന്നത് എന്ന യുക്തി ഇന്ന് നിലനിൽക്കുന്നതല്ല. അടിസ്ഥാനപരമായി ഇതിന്റെ ഉള്ളിൽ അടിയിൽ കിടക്കുന്ന മനഃശാസ്ത്രം പെൻഷൻ ആവട്ടെ, കമ്മ്യൂട്ടേഷൻ ആവട്ടെ, മറ്റേതെങ്കിലും തരത്തിൽ റിട്ടയറീസിന് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ട് എങ്കിൽ അതെല്ലാം ഞങ്ങളുടെ ഔദാര്യം മാത്രമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ പോരടിക്കേണ്ടത് ഈ ഔദാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആ മനഃശാസ്ത്രത്തോടാണ്, ആ നിലപാടിനോടാണ് നമ്മൾ പോരടിക്കേണ്ടത്. ഇത് ഔദാര്യമല്ല, അവകാശമാണ്.
ബാങ്ക് ജീവനക്കാരുടെ കാര്യത്തിലാണെങ്കിൽ ആ അവകാശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പെൻഷൻ ട്രസ്റ്റിന്റെ നടത്തിപ്പിൽ ഒരു എക്സിക്യൂട്ടീവ് ഏജൻസി എന്നുള്ളതിനപ്പുറം ഒരു പങ്ക് പോലും വഹിക്കാനുള്ള ധാർമ്മികമായ ഒരു തരത്തിലുള്ള അർഹതയും ബാങ്ക് മാനേജ്മെന്റിന് ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായ രൂപത്തിലുള്ള പോരാട്ടം ആവശ്യമാണ്. നടത്തുന്ന പെൻഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമ്മുടെ മെഡിക്കൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ശാന്തമായ രൂപത്തിലുള്ള ജീവിത സായന്തനം ചിലവഴിക്കുന്നതിനുള്ള നമ്മുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം ആഗോളതലത്തിൽ തന്നെ ഈ മൂലധനം കൊള്ളയടിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകൾ നടത്തുന്ന ഈ തരത്തിലുള്ള കുതന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ഈ നയങ്ങളെ നമുക്ക് ചേർക്കാൻ കഴിയുക. അങ്ങനെ മാത്രമാണ് നമ്മളുടെ നിലപാടുകൾ ഇത് കേവലം ഔദാര്യത്തിന്റെ പ്രശ്നമല്ല എന്നും ഇത് നയത്തിന്റെ പ്രശ്നമല്ല എന്നും ഇത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ് എന്നും ഉള്ള നിലപാട് അംഗീകരിപ്പിച്ചുകൊണ്ട് നമുക്ക് നേടാനുള്ളത് നേടാൻ കഴിയൂ. ആ തരത്തിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് നമുക്ക് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിരാഹാരമനുഷ്ഠിച്ച മുഴുവൻ സഖാക്കൾക്കും ആവേശോജ്വലമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. സമയം കൃത്യം 4 മണിയായി. നമുക്ക് നമ്മുടെ നിരാഹാര സമരം അവസാനിപ്പിക്കേണ്ട സമയമാണ്. രാവിലെ 9:30 മണിക്ക് നമ്മൾ ബോട്ടുകെട്ടിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ 4 മണിക്ക് ഇവിടെ പര്യവസാനിക്കുന്ന വിജയിച്ച ഈ നമ്മുടെ ഉപവാസ ധർണയിൽ പങ്കെടുത്ത എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ഈ 5 ജില്ലയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും എറണാകുളത്തു നിന്നും എത്തിയ സഹാക്കളെ എല്ലാം തന്നെ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ സംഘാടക സമിതിയിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തിട്ട് അവർക്ക് നാരികാനീര് കൊടുത്ത് ഈ ഉപവാസം അവസാനിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രശാസാറിനെ ക്ഷണിക്കുകയാണ്.